സ്വാമി ഹനുമാനെ, എല്ലാവരെയും രക്ഷിക്കണേ. അതുപോലെ എൻ്റെ അമ്മ കണ്ട സ്വപ്നവും വലിക്കാൻ സഹായിക്കണേ. അതുപോലെ തന്നെ എൻ്റെ പെണ്ണ് ഖുഷി, അവളെ എനിക്ക് തന്നെ കിട്ടാൻ സഹായിക്കണേ. ജയ് ആഞ്ജനേയ. നല്ലതേ നടക്കണം. ഇത്ര പെട്ടെന്ന് ചോദിക്കുന്നതിന് ഉത്തരം തന്ന എങ്ങനെ ആഞ്ജനേയ? ഇതൊക്കെ സത്യം തന്നെയാണോ? ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയി അവള്? നമ്മൾ ഹനുമാനപുരത്തിലല്ലേ വന്നത്. ഇവിടെ എവിടെങ്കിലൊക്കെ തന്നെ ഉണ്ടാവും. എന്തായാലും കണ്ടുപിടിക്കാം. എന്താണ് മാഷേ? ഖുഷി, നീ എന്താടി ഇവിടെ? അതിരിക്കട്ടെ, നീ എന്താ ഇവിടെ? ആരെ അന്വേഷിച്ചു വന്ന പോലെ ഉണ്ടല്ലോ. അയ്യോ, ഞാൻ ആരെ അന്വേഷിച്ചില്ല. പക്ഷെ നീ എന്താ ഇവിടെ? ഞാനിവിടെ അമ്പലത്തിൽ വന്നതാ. ഓഹോ. നീയോ? ആരെങ്കിലും വായി നോക്കാൻ വന്നതാണോടാ? ഞാനും വലയേശിക്കൊണ്ടായിരിക്കുന്നേ. പക്ഷെ നീ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. എന്താ? നമ്മളെയൊക്കെ ആരടി നോക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞോളൂ. അത്രേ ഉള്ളടി. ഓ ശരി, സമയായി പോ. നീ ഒന്ന് പറഞ്ഞതുപോലെ തോന്നിയില്ലോ. അതൊന്നും ഇല്ലടി. നീ അമ്പലത്തിൽ വന്നതല്ലേ? നെറ്റിയില് കുങ്കുമം വെക്കണോന്ന് ബോധം പോലുമില്ല നിനക്ക്. മറന്നുപോയി. ഞാൻ തൊട്ട് തരാം. എവിടെ കാണിക്കേ? ആ, സുന്ദരനായിട്ടുണ്ട്. ഇപ്പൊ നിന്നെ കാണാൻ ഒരു ഐശ്വര്യമുണ്ട്. ശരി, വാ പോ. എന്താടാ? ഇന്ത്യയിലോട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ചിറ്റപ്പനെ വിളിച്ചു പറഞ്ഞേക്ക്. ആ, ചിറ്റപ്പ, ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഹലോ, എന്താ പറ്റിയേ? എന്തായി പറയുന്നേ? ശരി, ഞാൻ വരാം. അച്ഛാ, 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 നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല അച്ഛാ. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങളുടെ കൂടെ ഞാനുണ്ട് അച്ഛാ. എടാ മണ്ട, നീ എന്തിനാ കരയുന്നേ? അച്ഛാ, പറ അച്ഛാ. എടാ മോനെ, ഇന്നിപ്പോ എന്റെ സമയമാ. നാളെ വേറെ ആരുടെയെങ്കിലും. അതിന് നീ എന്തിനാ കരയുന്നത്? എല്ലാവരും ഒരിക്കൽ തിരിച്ചു പോകണം. അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമ്മളുമൊക്കെ ദൈവമായി മാറില്ലേടാ. ഭഗവാനെ, നീ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. നീ നിന്റെ മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ച് ഓർക്ക്. എനിക്ക് മടങ്ങിപ്പോകേണ്ട സമയമായി മോനെ. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അച്ഛാ. അളിയാ, എന്താ പറ്റി? അച്ഛൻ ഈ അവസ്ഥയിൽ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ലടാ. എന്താണ് ഇതൊക്കെ? ഇല്ലടിയാ, നീ ഇങ്ങനെ
വിഷമിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നല. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടല്ലയാ. ഞാൻ പറയുന്നത് മാത്രം ഒന്ന് കേക്ക്. ഈ കഷ്ടങ്ങളൊക്കെ മനുഷ്യന് മാത്രമേ ഉണ്ടാവൂ. നോക്ക്, നീ ഇങ്ങനെ നിങ്ങൾ കരയല്ലേ, ധൈര്യമായിട്ടിരിക്കും. നീ പറയുന്നത് കറക്റ്റാടാ. പക്ഷേ ഒരു കുഞ്ഞിന്റെ ജനനത്തിന് ആര് വേണമെങ്കിലും കാരണമാവാം. പക്ഷേ ചിലരെ കൊണ്ട് മാത്രമേ ഒരു നല്ല അച്ഛനാവാൻ സാധിക്കൂ. എനിക്കിപ്പോ വിഷമം തോന്നുന്നില്ലടാ. പക്ഷേ എൻ്റെ അച്ഛൻ്റെ കൂടെ ജീവിച്ച ഓരോ ദിവസവും ഓരോ നിമിഷവും എന്നെ ഇട്ട് കൊല്ലുവാടാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. ഇല്ലടിയാ, നീ വിഷമിക്കാതെ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, സങ്കടം നീ കാണാൻ പോലും പറ്റുന്നില്ലടാ. നോക്ക് മോനെ, ഈ മിക്സി ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. ജാറിന് കുഴപ്പമൊന്നുമില്ല, പ്ലഗിനും കുഴപ്പമൊന്നുമില്ല. വെള്ളത്തിൻ്റെ അളവും കറക്റ്റാണ്. ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്നിപ്പോ എന്തായോ നോക്ക്. ധനുഷ്, എന്തു പറ്റി മോനെ? അമ്മ എന്താന്നറിയില്ലമ്മ, മനസ്സിനകത്ത് വലിയൊരു ഭാരം പോലെ. എന്താടാ മോനെ, എന്തു പറ്റി? എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വരുന്നമ്മേ. മോനെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അതോ ഞാൻ നിനക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയോ? അതൊന്നുമല്ലമ്മ, ഞാൻ എപ്പോഴെങ്കിലും അച്ഛനെ കുറിച്ച് അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ? പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും അച്ഛൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ല മോനെ, തോളിലേറ്റി നിലാവിനെ കാണിക്കുന്ന ഒരു അച്ഛൻ ഒരു ശക്തി തന്നെയല്ലേ അമ്മേ? അച്ഛൻ എന്ന് പറഞ്ഞാൽ ആകാശമാണ്. അച്ഛനെന്ന് പറയുന്നത് ആകാശം പോലെയാണ്. ധനുഷ്, ജീവിതത്തിൽ നടന്നു കഴിഞ്ഞ ചില സംഭവങ്ങൾ ഓർക്കുക പോലും ചെയ്യാതിരിക്കുക നല്ലത്. ഇല്ലമ്മേ, എത്രയോ പ്രാവശ്യം നമ്മൾ പഠിക്കാതെ വിട്ട അധ്യായത്തിൽ നമ്മൾ നോക്കാതെ പോയ ആ പേജിൽ നമ്മൾക്ക് ആവശ്യമുള്ള ആൻസർ ഉണ്ടാവും. ഓരോന്നും പക്ഷെ നമ്മൾ തന്നെ തേടി കണ്ടുപിടിക്കണം. അച്ഛൻ്റെ കാര്യം അതേപോലെ തന്നെയല്ലേ അമ്മേ? അല്ല മോനെ, അത് പിന്നെ അമ്മേ, പ്ലീസ് എൻ്റെ അച്ഛനെ കുറിച്ച് എനിക്ക് അറിയണം. ദയവ് ചെയ്തത് ആരാന്ന് പറയോ പ്ലീസ് അമ്മ. നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. ചേട്ടാ, ഒരു വാട്ടർ ബോട്ടിൽ തരാമോ? ചേട്ടാ, ഇവിടെ രാമൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ, പുള്ളിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുമോ? അവരുടെ വീട് എവിടെ ഉള്ളേ? ഓ, ഞങ്ങളുടെ രാമചേട്ടന്റെ മോനാണോ നീ? അതെ അങ്കിൾ, ഞാൻ രാമൻ്റെ മോൻ തന്നെയാ. മോൻ എന്താ വേണ്ടത്? അല്ല അങ്കിൾ, അച്ഛനെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞ് അച്ഛനെ സമാധിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അങ്ങനെയാണോ മോനെ? വാ, കാണിച്ചു തരാം. ശരി അങ്കിൾ.